അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. എല്ലാവരും കണ്ണും മനസ്സൊക്കെ നിറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പ്ലാവിൽ കുത്തുന്ന വീഡിയോയും എല്ലാവരും കണ്ടു തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറയാം. ഇന്നലെ ഉച്ചപൂജയുടെ കലഭാലങ്കാരം. ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ ഭഗവാൻ. വലത്തെ കൈയിൽ വെണ്ണൂരുളയും പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഈ വെണ്ണൂരിൽ ആരെ കൊടുത്തതെന്നറിയോ? യശോദാമ്മയാണ്. എന്തിനാ കൊടുത്തതെന്നറിയോ? അതേക്കുറിച്ച് പറയാം. ഇതിന് മുന്നത്തെ ദിവസേ ഭഗവാൻ ഊഞ്ഞാലിലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. ആ ഊഞ്ഞാലും യശോദാമ്മയാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭഗവാന് കാലൊക്കെ വേദനിക്കുന്നുണ്ട്, എല്ലായിടത്തും ഓടി നടന്നിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഊഞ്ഞാല് കെട്ടിക്കൊടുത്തത്. പക്ഷെ നമ്മുടെ ഭഗവാൻ ഊഞ്ഞാലിലൊന്നും അധികം നേരം ഇരിക്കില്ല കേട്ടോ. ഓടി നടന്ന എല്ലാ കാഴ്ചകളും കാണാനാണ് ഭഗവാന് ഇഷ്ടം. പിന്നെ പോരാത്തതിന് ഇന്നലെ ചന്ദ്രഗ്രഹണം കൂടിയിട്ടാ. അപ്പോൾ വൈകിട്ട് പകർച്ചയും പ്രസാദവും ഒന്നുമില്ല. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ആളാവാനായിട്ട് ഭഗവാന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഏറ്റവും ആദ്യം ഇന്നലെ കലവറയിലേക്കാണ് ഓടിക്കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലോ മുതിർന്നവര് ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ സഹായത്തിനായിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ പറയുകയാണെങ്കിൽ അവർ വലിയ ആൾക്കാരായിട്ട് അവരുടെ ഭാഗം നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ അനുകരിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇന്നലെ കലവറയിൽ എത്തിയപ്പോഴോ അവിടെ മുതിർന്ന കുറച്ച് ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ തോർത്തുമുണ്ടൊക്കെ തോളിലിട്ട് ചിലർ തലയിലൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ എവിടുന്നൊക്കെ ഒരു തോർത്തുമുണ്ട് എടുത്ത് അതൊക്കെ ഗംഭീരമായിട്ട് തലയിലൊക്കെ കെട്ടിയിട്ടാ. താഴെയൊന്നും മുണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ, പട്ടുകോണൊക്കെയാണ്, എന്നാലും തലയിലും മുണ്ടുണ്ട്. എന്നിട്ട് അവിടെ ഓടി നടന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ കുട്ടകത്തിൽ ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഭഗവാന് കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുഞ്ഞല്ലേ, പൊക്കി നോക്കി പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അവര് പിടിക്കാൻ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് ഞാനാണ് ഇതൊക്കെ പൊക്കി കൊണ്ടുപോയത് എന്നുള്ള ഭാവത്തിലാണ് ഓടി നടന്നിട്ട് അവിടെ ഓരോരോ പണികൾ ചെയ്യുന്നത്. യശോദാമ്മയാണെങ്കിലോ ആ പടിഞ്ഞാറ് നടക്കി നിന്നിട്ട് ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള പണികളാ എൻ്റെ മോനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനം യശോദാമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് വിഷമായിട്ടോ, ക്ഷീണമായി ഉണ്ടാവില്ലേ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണി മതി, ഇനി നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ശീലകത്ത് കൊണ്ടുപോയി ഇരുത്തിയിരിക്കാം. അപ്പൊ വിശക്കുന്നുണ്ടാവില്ലേ, ഈ കണ്ട പണികളൊക്കെയല്ലേ ഭഗവാൻ ചെയ്തിരിക്കണേ. അങ്ങനെ ആ വിശപ്പ് മാറാനായിട്ട് ഒരു വെണ്ണൂറുള്ള കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ ഭഗവാന്റെ പൊന്നോടക്കുഴൽ അതെപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ വെണ്ണൂറുള്ള കിട്ടിയ സന്തോഷമാണ്. അപ്പൊ കുറേയൊക്കെ ഭഗവാൻ ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ആ സോപാനപ്പടിയിൽ അവിടെ ഇരുന്നിട്ടേ ഓരോരുത്തർക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെണ്ണൂറുള്ളകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക, ചന്ദനം കൊടുക്കുന്ന പോലെ. അപ്പൊ ആ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട്. ആ വെണ്ണയൊക്കെ ലഭിക്കുമ്പോൾ നമുക്കും നല്ല സന്തോഷമാവും. അപ്പൊ ആ വെണ്ണയും ഓടക്കുഴലും ഒക്കെ പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിൽ നിന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.